കൂറുമാറിയവരുടെ ദേശീയ സമ്മേളനം പോലെയാണ് ഇത്തവണത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് വേണ്ടി നിന്നവർ ഇത്തവണ കോൺഗ്രസിന്. ആം ആദ്മി പാർട്ടി എം.എൽ.എ ആയി ഒരാഴ്ച മുൻപ് വരെ നടന്നവർ ബി.ജെ.പി സ്ഥാനാർത്ഥി. ആളെ നോക്കി പാർട്ടി ഏതാണെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത നിലയിലാണ് ഡൽഹിയിലെ വോട്ടർമാർ. ഡൽഹി പട്ടേൽ നഗറിൽ 2020 എന്നതുപോലെ ഇത്തവണയും മുഖ്യ മത്സരം പർവേഷ് രത്തനും രാജ്കുമാർ ആനന്ദും തമ്മിലാണ്. 2020 പർവേഷ് രത്തൻ ഇവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു. രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടിയുടെയും. ഇത്തവണ പർവേഷ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും രാജ്കുമാർ ആനന്ദ് ബി.ജെ.പിക്ക് വേണ്ടിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇവർ പാർട്ടി മാറിയതറിയാത്ത വോട്ടർമാർ പോലും പട്ടേൽ നഗറിലുണ്ട്. 2020 ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ച ജിതേന്ദ്ര സിംഗ് ഇത്തവണ ഷഹദാരയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ്. തിമർപൂരിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന സുരീന്ദർ പാൽ ബിട്ടു ഇതേ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി.ജെ.പിക്ക് വേണ്ടിയാണ്. പ്രാഗ് സിംഗ് തൻവാർ, ബി ത്യാഗി, അനിൽ ജ ഇങ്ങനെ 2020 ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചവരൊക്കെ ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കളത്തിലുണ്ട്. 2020 അനിൽ ജയെ തോൽപ്പിച്ചത് ഋതുരാജ് ജയാണ്. ആ ഋതുരാജ് ജയ്ക്ക് സീറ്റ് നിഷേധിച്ചാണ് ബി.ജെ.പിയിൽ നിന്നെത്തിയ അനിലിനെ എ.പി സ്ഥാനാർത്ഥിയാക്കിയത്. ആം ആദ്മി പാർട്ടിയുടെ 10 പേരെങ്കിലും മുൻ കോൺഗ്രസ് നേതാക്കളാണ്. സീമാപുരിയിൽ മത്സരിക്കുന്ന വീർ സിംഗ് ദിൻഗർ, മട്യാലയിൽ മത്സരിക്കുന്ന സുമേഷ് ഷോക്കിൻ, സീലാംപൂരിൽ മത്സരിക്കുന്ന സുബൈർ അഹമ്മദ് എന്നിവർ കഴിഞ്ഞ ഡിസംബർ പകുതി വരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. കൂറുമാറ്റി കൊണ്ടുവന്നവരിൽ ബി.ജെ.പിയുടെ വമ്പൻ സ്രാവ് മുൻ ഡൽഹി PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലിയാണ്. ആം ആദ്മി പാർട്ടിയിലെ ഗതാഗത മന്ത്രിയായിരുന്ന കൈലാഷ് ഗെഹ്ലോത്തിനെയും ഇത്തവണ താമര ചിഹ്നത്തിൽ കാണാം. അറിയപ്പെടുന്ന നേതാക്കളായ രാജ്കുമാർ ചൗഹാൻ, നീരജ് ബസോയ തുടങ്ങിയവരും ഇത്തവണ പാർട്ടി മാറിയുള്ള മത്സരത്തിലാണ്. ഫലം വന്നു കഴിയുമ്പോഴും ഇവരൊക്കെ അതത് പാർട്ടികൾ തന്നെ ഉണ്ടാകുമോ എന്നാണ് അണികൾക്കുള്ള സംശയം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.